ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു, ചെറിയ മാങ്ങയല്ലേ അതായിരുന്നു. കുറച്ച് ചീത്തയായിരുന്നു, അത് കളഞ്ഞു. മാങ്ങ തൊണ്ട് കളഞ്ഞെടുത്തു. അതിലേക്ക് 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ശർക്കരയാണ്. ഒരു ചെറിയ സ്പൂൺ ശർക്കര ചീകിയത് ഞാനങ്ങ് ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് കട്ട തൈര് വേണം. 1 മുറി തേങ്ങ, അതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. നിരക്കെ വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ മാങ്ങ ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, കാരണം എന്നാൽ അപ്പുറം സൈഡ് വേവത്തുള്ളൂ. ഒരു 10 മിനിറ്റ് വേവാനുള്ള വേവേ മാങ്ങയ്ക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയരപ്പ് ചേർത്തു. അതിലേക്ക് 1 ഗ്ലാസ് തൈര് ചേർത്തു. 1 സ്പൂണും കൂടി ഉപ്പിട്ടു. ഞാൻ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഉപ്പ് അതിന് ഇടാറുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് പതുക്കെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അധികം കടുക് വറക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ചെറുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഉലുവ, കടുക്. അപ്പോൾ കടുക് വറക്കാൻ എപ്പോഴും നല്ല വെളിച്ചെണ്ണ ചേർക്കുന്ന എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതായത് നമ്മുടെ കറിയിൽ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്രയും മതി, നമുക്കത് മാറ്റി വയ്ക്കാം. കാരണം മൺചട്ടി ആയതുകൊണ്ട് അത്രയും മതി. അതിൽ ചൂടുകൊണ്ട് അത് കറി പാകമായി വന്നോളും. കടുക് വറുത്തു, ഉലുവ ഇട്ടു, ചെറുള്ളി ഇട്ടു. പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഞാൻ അതിലേക്കൊരു ചെറിയ സ്പൂൺ, ഒരു നുള്ള് മുളക് പൊടി ചേർക്കും. കാരണം വെച്ചാൽ കറിക്കൊരു കളർ കിട്ടും. അത് നമ്മൾ പാനിൽ നിന്ന് അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും തന്നെ കണ്ട ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ പാകമായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മാമ്പഴ സീസണാണല്ലോ.